വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിക്ചർ ഈ കുറച്ച് നാൾ മുമ്പേ ഈ ഉണങ്ങുന്ന യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച് നാസ എടുത്തിരുന്നു. നാസ ഈ എടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ നോക്കി. ഈ നദിയുടെ ഷേപ്പ് കാണുമ്പോൾ ഗ്രീക്ക് ആൽഫബറ്റിലെ അവസാനത്തെ അക്ഷരമായ ഒമേഗയെ പോലുണ്ട്. ഇത് കാണുമ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് വിരൽ ചൂണ്ടുന്നത് യേശു ആൽഫയും ഒമേഗയും, അതായത് ആദ്യനും അന്ത്യനും ഒക്കെ ആണെന്ന ആ ഒരു കാര്യത്തിലേക്കാണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റി കമൻറ്റ് ചെയ്യുന്നത് വലിയ പ്രയോജനമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കണം. പക്ഷേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളത് വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന യൂഫ്രട്ടീസ് നദി. എക്സ്പേർട്സ്, വിദഗ്ധർ തന്നെ പറഞ്ഞത് 2040 ആകുമ്പോഴേക്കും യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഒരു നദി കാണില്ല. അതായത് ഇന്ന് ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ജസ്റ്റ് 14 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സംഭവമാണത്. അപ്പോൾ യൂഫ്രട്ടീസ് നദി ഉണങ്ങിപ്പോകുന്നത് ഒരു അടയാളമാണ് യേശു കർത്താവിൻ്റെ പരസ്യത്തിലുള്ള മഹത്വത്തിലെ 2ാം വരവിന് മുമ്പ് നടക്കേണ്ട ആ വലിയ യുദ്ധം, അതിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് ഈ ഒരു യൂഫ്രട്ടീസ് നദി ഉണങ്ങിപ്പോകുന്നത്. ആൻഡ് 7 വർഷത്തെ മഹോദ്രവ കാലത്തിന് മുമ്പ് റാപ്ചർ ഓഫ് ദ ചർച്ച്, സഭയുടെ ഉൽപ്രാപണം നടക്കേണ്ടതുകൊണ്ട് തന്നെ എത്രയധികം അടുത്താണ് ഉൽപ്രാപണം ഇപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ. കാണുക, യൂഫ്രട്ടീസ് നദി അതിവേഗം ഉണങ്ങി വരണ്ടു പോകുന്നു. പ്രവചനം നിവൃത്തിയാകുന്നുവോ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.